ഫർദ ബിരിയാണി, അമ്മച്ചിക്കോഴി, ബീഫ് ഫ്രൈ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ കുറെ അധികം വെറൈറ്റീസ് കിട്ടുന്ന ഒരു കിഡിലൻ റെസ്റ്റോറന്റ്, അത് നമ്മളെ മെഡിക്കൽ കോളേജിനടുത്ത്. നല്ല ആവി പറഞ്ഞ ചട്ടിയിലുണ്ടാക്കിയിട്ടുള്ള പാൽ പൊറോട്ട തന്നെ അങ്ങോട്ട് പരിപാടി തുടങ്ങി. സംഭവം രക്ഷയില്ല, കിട്ടില്ലനാണ്. ഇപ്പൊ 4 ആളുണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാൻ ഈ ഒരു അമ്മച്ചി കോഴി വാങ്ങിയാൽ മതി. ദം ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഫർദ ബിരിയാണി. പ്രസന്റേഷൻ വൈസ് അടിപൊളി സാധനം, കോഴിമുട്ടയും ചിക്കനൊക്കെ ആയിട്ട് കിട്ടില്ല. ഇനി വാഴലയിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള നല്ല ഫിഷ് തവ എടുത്താലോ എന്റെ മക്കളെ, ഇതിന്റെ മസാല ഒരു രക്ഷയില്ലാതെയാണ്. ഇനിയിപ്പോ ഒരു ജല്ലിക്കെട്ട് എടുത്താലോ, ചിക്കനിലാണേലും ബീഫിലാണേലും മീനിലാണെങ്കിലും ഇവരുണ്ടാക്കുന്ന മസാലയാണ് ഒരു രക്ഷയില്ലാത്തത്. പിന്നെ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് വാങ്ങുന്ന മന്തി, അതിനും ഉണ്ട് കുറെ വെറൈറ്റീസ്. വീടിനടുത്തായിട്ട് എന്താ ഈ റെസ്റ്റോറന്റിൽ എത്ര നേരം വൈകിന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ബീഫിലാണെങ്കിലും ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഫുൾ ചിക്കൻ മസാലയിൽ സെറ്റാക്കി പൊള്ളിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതും ട്രൈ ചെയ്യണം. ഇനി തേങ്ങാച്ചോറും ബീഫുള്ള കോംബോ ആയാലോ, അല്ലെ നെയ്ച്ചോറും നല്ല പരിപ്പ് കറി ആയാലോ, ഒരു വൈഡ് മെനു തന്നെയാണ് കലീജ് റെസ്റ്റോറന്റിന് ഉള്ളത്. അതാണ് ഞങ്ങളെ ഡൈനിങ്ങിൽ നിങ്ങൾ കണ്ടത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അടിപൊളി. അവസാനം ഒരു മൊഹബത്ത് കാ സർബത്ത് കൂടി അടിച്ച്. ഇപ്പൊ മോർണിംഗ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എവിടെയും കൊണ്ട് അവിടെ വന്നാൽ മതി. ഒരുപാട് ഡൈനിങ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കിട്ടിലൻ റെസ്റ്റോറന്റ് ആണ്. ഇനിയിപ്പോ ഫാമിലി ഒന്നായിട്ട് വന്ന് ചെറിയൊരു പാർട്ടി ഒക്കെ നടത്തണമെങ്കിൽ അതിനും ഇവിടെ സ്പേസ് ഉണ്ട്. മെഡിക്കൽ കോളേജ് സൈഡിലുള്ളവർക്കൊക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ഡെലിവറിയും അവൈലബിൾ. അപ്പൊ നമ്മളെ കലീജ് റെസ്റ്റോറന്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആംബുലൻസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ എല്ലാവരും പോവാ, ട്രൈ ചെയ്യാം. ബൈ ഫ്രം മനൂസ് കിച്ചൺ.